നമസ്കാരം. സമയം മലയാളത്തിലേക്ക് എല്ലാ കായിക പ്രേമികൾക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ച് വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്ത പങ്കുവെക്കാനാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മത്സരം നടക്കാൻ പോവുകയാണ്. മുംബൈ സിറ്റി എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ഇറങ്ങുമ്പോൾ ആർപ്പ് വിളിക്കാൻ ആവേശത്തോടെ കാത്തിരിക്കുന്ന നിരവധി ആരാധകരുണ്ട്. ഇവരെല്ലാം മഞ്ഞക്കടൽ തീർക്കാൻ കൊച്ചിയിലേക്ക് എത്താനിരിക്കെ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അപമാനം നേരിടേണ്ടി വന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ കൊച്ചിയിൽ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. കോഴിക്കോടായിരുന്നു ആദ്യം വേദി തീരുമാനിച്ചിരുന്നത്. കാരണം കൊച്ചിയിൽ കളിക്കുമ്പോഴുള്ള വാടകത്തുക, അതായത് GCDAക്ക് കൊടുക്കേണ്ട വാടകത്തുക വലിയ ഉയർന്ന തുകയായതിനാൽ ഇത്തവണ കൊച്ചി വിട്ട് കോഴിക്കോട് സ്റ്റേഡിയത്തിൽ കളിക്കാം എന്നൊരു നിലപാടായിരുന്നു തുടക്കത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നത്. പിന്നീടുള്ള ചർച്ചകൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും GCDA ഭാരവാഹികളും തമ്മിൽ ധാരണയിലേക്ക് എത്തുകയും അവർക്ക് വാടകത്തുക 2 ലക്ഷമാക്കി പരിമിതപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സിനെ കളിക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ആരാധകരും ഹാപ്പിയായി. കാരണം കൊച്ചിയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ സാധിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പം നാളെ മത്സരം നടക്കാനിരിക്കെ അവസാന സമയത്ത് GCDA തനി സ്വഭാവം കാട്ടിയിരിക്കുകയാണെന്ന് പറയാം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാരവാഹികളെ വാർത്താ സമ്മേളനം നടത്താൻ പോലും അവർ അനുവദിക്കാതെ തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. വളരെ നിരാശയുണ്ടാക്കുന്ന റിപ്പോർട്ടാണ് ഇതെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം കേരളത്തെ സംബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വികാരമാണ്. കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ എല്ലാ ആവേശവും ഉൾക്കൊള്ളുന്ന ഒരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്ത്യയിലെ ഒന്നാം നിര ഫുട്ബോൾ ലീഗായ ISL കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ തീർത്തും അപമാനിക്കുന്ന നടപടിയാണ് GCDAയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്ന് മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള വാർത്താ സമ്മേളനം നടക്കേണ്ടതായിരുന്നു. എന്നാൽ അതിനുള്ള അനുവാദം പോലും GCDA നൽകിയിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പ്രചരിക്കുന്ന വീഡിയോ പ്രകാരം നോക്കുമ്പോൾ മാധ്യമപ്രവർത്തകരെ അടക്കം പുറത്താക്കി GCDA വാതിലടച്ച് പൂട്ടിയിടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽസും പരിശീലകനും അടക്കം വാർത്താ സമ്മേളനം നടത്താൻ അവിടെ എത്തിയിട്ടും അതിനുള്ള അനുവാദം GCDA നൽകിയില്ല. വളരെ നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. കാരണം കേരളത്തിലെ ഫുട്ബോളിന്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം കായിക രംഗം പിന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇതിനോടകം ആരാധകർ ഉയർത്തുന്നുണ്ട്. ഒരുപക്ഷെ നേരത്തെ GCDA ഇതേ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കോഴിക്കോട് ഹോം ഗ്രൗണ്ടാക്കി തുടക്കം മുതൽ കളിക്കുമായിരുന്നു. എന്നാൽ GCDAയുടെ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർ തന്നെയാണ് ഈ വാടകത്തുക കുറച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കാനുള്ള അനുമതി നൽകിയത്. പക്ഷേ അവസാന നിമിഷം, അതായത് നാളെ മത്സരം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവരുടെ അധികാരികൾ വ്യക്തമാക്കുന്നതനുസരിച്ച് 4.5 ലക്ഷം രൂപ അവർക്ക് പ്രതിഫലമായി, അതായത് ഒരു മത്സരം നടത്തണമെങ്കിൽ 4.5 ലക്ഷം രൂപ വാടക ഇനത്തിൽ നൽകണം, അല്ലാത്ത പക്ഷം മത്സരം നടത്താൻ അനുവദിക്കില്ല എന്നാണ് GCDAയുടെ നിലപാട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അംഗീകരിക്കാനാവില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ക്ലബിന്റെ ഭാരവാഹികൾ പലതവണ വ്യക്തമാക്കിയതാണ്. ഇത്തവണ പുതിയ 5 വിദേശ താരങ്ങളെ കൊണ്ടുവന്നിരുന്നു. പുതിയ ഒരു ടീമിനെ തന്നെയാണ് അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടല്ല ഒരുപാട് ചെലവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്രയും ഭീമമായ തുകയ്ക്ക് കൊച്ചിയിൽ കളിക്കുക കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ പ്രയാസമായിരിക്കും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ GCDA പറയുന്നതിനോട് വഴങ്ങാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് രക്ഷയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ലബിന്റെ ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യത്തെ 2 മത്സരങ്ങൾ, ഹോം ഗ്രൗണ്ട് മത്സരങ്ങൾ കൊച്ചിയിൽ കളിക്കുകയും പിന്നീട് വേദി മാറ്റുന്നതിനെക്കുറിച്ച് തീരുമാനിക്കുകയും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് കോഴിക്കോടോ അല്ലെങ്കിൽ മലപ്പുറമോ ഈ 2 വേദികളിൽ ഒന്നിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഹോം ഗ്രൗണ്ട് മത്സരങ്ങൾ, അതായത് ആദ്യത്തെ 2 മത്സരങ്ങൾക്ക് ശേഷമുള്ള ഹോം ഗ്രൗണ്ട് മത്സരങ്ങൾ മാറ്റാനാണ് സാധ്യത കൂടുതൽ. ഇത് കോഴിക്കോട്ടേക്ക് തന്നെ വേദി മാറ്റാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ആദ്യം കോഴിക്കോട് എത്തിയവർ പരിശോധന അടക്കം നടത്തിയതാണ്. ഇതിനുശേഷമാണ് GCDAയുടെ ചർച്ചയ്ക്ക് ഒടുവിൽ കൊച്ചിയിലേക്ക് തന്നെ വേദി എത്താം എന്നൊരു ധാരണയിലേക്ക് എത്തിയത്. പക്ഷേ നിലവിലെ ഈ സാഹചര്യത്തിൽ കൊച്ചിയിൽ കളിക്കുക എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ സാഹസമാണ്. അതവർക്ക് സാമ്പത്തിക നിലയിൽ സാധിക്കില്ല എന്ന് തന്നെയാണ് ക്ലബിന്റെ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ 2 മത്സരങ്ങൾക്ക് ശേഷം കോഴിക്കോടേക്ക് ഹോം ഗ്രൗണ്ട് മാറ്റുമെന്ന് തന്നെയാണ് നിലവിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ അപമാനിക്കുന്ന നീക്കമാണ് ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇതിന്റെ വലിയ പ്രതിഷേധം ആരാധകരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം ഗ്രൗണ്ട് മത്സരം നാളെ നടക്കുമ്പോൾ ഇതിന്റെ എല്ലാം പ്രതികാരം തീർത്ത് മുംബൈ സിറ്റി എഫ് സിയെ തകർപ്പൻ പ്രകടനത്തോടെ തകർത്ത് വിടാൻ
ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. വലിയ പ്രതിസന്ധികൾക്കൊടുവിൽ ഇത്തവണ നടക്കുന്ന ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ വീണ്ടും വീണ്ടും വേട്ടയാടുന്നത് ഒരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ല. ഈ സമയത്ത് ആരാധകരുടെ വലിയ പിന്തുണ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്നുണ്ട്. ചരിത്രത്തിൽ ഇതുവരെ കപ്പ് നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിലും എല്ലാ കാലത്തും ബ്ലാസ്റ്റേഴ്സിന് വലിയ ആരാധക പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഇത്തവണയും അതുണ്ടാകും. നാളെ കൊച്ചിയിൽ മഞ്ഞക്കടൽ തീർക്കാൻ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എത്തുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.